السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. നമുക്ക് പോയി കിടക്കേണ്ടുന്ന പള്ളിക്കാട് ഖബർ, ആ ഖബറാകുന്ന ഇരട്ടറയിൽ ഏകാന്തവാസത്തിൽ നമ്മെ സഹായിക്കാൻ, നമുക്ക് സന്തോഷം നൽകാൻ, നമുക്ക് ഈനാസ് നൽകാൻ ചില കാര്യങ്ങൾ അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് വെച്ചിട്ടുണ്ട്. അവ നാം കൃത്യമായി നിർവഹിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഖബറാകുന്ന ഇരട്ടറയിൽ ഒറ്റക്ക് പോയി കിടക്കേണ്ടി വരുമ്പോൾ നമുക്ക് കൂട്ടിനാരുമില്ലാത്ത ആ സാഹചര്യത്തിൽ നമ്മെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കൂട്ടുകാരായി അവ എത്തുമെന്ന് ഹബീബ് സയ്യിദുൽ വജൂദ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ ഹദീസുകൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സബുഉൻ യജിദി ലിൽ അബ്ദി അജ്റുഹുൻ. 7 കാര്യങ്ങൾ, ആ 7 കാര്യങ്ങൾ ഒരു അടിമക്ക് അദ്ദേഹത്തിൻ്റെ ഖബറിൽ, വഹുവ ഫീ ഖബരിഹി ബഅദ മൗതിഹി, മരണശേഷം ഖബറിൽ കഴിയുന്ന ആ വ്യക്തിക്ക് അതിൻ്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് ആ ഖബറാകുന്ന ഇരട്ടറയിൽ രക്ഷകരായി ആ 7 കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഒന്നാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞു, മൻ അല്ലമ ഇൽമ. ഒരാൾ മറ്റൊരാൾക്ക് വല്ല അറിവും പഠിപ്പിച്ചു കൊടുത്തു. ആ പഠിച്ച അറിവനുസരിച്ച്, പഠിപ്പിക്കപ്പെട്ട ഇൽമനുസരിച്ച് അയാൾ ജീവിതത്തിൽ പകർത്തുന്നു, അതനുസരിച്ച് അദ്ദേഹം ജീവിക്കുന്നു. അദ്ദേഹം മറ്റുള്ളവരിലേക്ക് അത് പറഞ്ഞു കൊടുക്കുന്നു, അവർ ആ ജീവിതത്തിൽ പകർത്തി മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ആ ഇൽമ വ്യാപിക്കുന്നു. അതനുസരിച്ച് ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അതിൻ്റെയൊക്കെ ഒരു വിഹിതം ഇദ്ദേഹത്തിൻ്റെ ആദ്യം പറഞ്ഞു കൊടുത്ത വ്യക്തിയുടെ ഖബറിലേക്കും അതിൻ്റെ മിസ്ലു സവാബ് എത്തുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അങ്ങനെ ആർക്കൊക്കെ അറിവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം ആരൊക്കെ അതനുസരിച്ച് അമൽ ചെയ്യുന്നുവോ അവിടെയൊക്കെ ഖബറുകളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. രണ്ടാമതായി മുത്തുനബി തങ്ങൾ പറയുന്നു, ഔ അജ്റാ നഹ്റ. ഒരു അരുവി, ഒരു പുഴ, ഒരു തോട്, അത് വെള്ളം ശരിക്കും ഒഴുകാതെ മറ്റൊക്കെ കെട്ടിക്കിടക്കുന്നുവെങ്കിൽ അത് വൃത്തിയാക്കി അതിനെ ഒഴുകാനുള്ളൊരു സാഹചര്യം അയാൾ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ആ ഒഴുകി വരുന്ന വെള്ളത്തിൽ നിന്ന് ആരൊക്കെ കുടിക്കുന്നുവോ, മനുഷ്യരാവട്ടെ മനുഷ്യേതര ജീവികളാവട്ടെ, ആരൊക്കെ കുടിക്കുന്നുവോ, ആരൊക്കെ ഉപയോഗിക്കുന്നുവോ, കൃഷി ആവശ്യത്തിന് വേണ്ടി, വസ്ത്രം അലക്കാൻ വേണ്ടി, കുടിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവോ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അത് നേരാക്കി കൊടുത്ത, അത് വൃത്തിയാക്കി കൊടുത്ത വ്യക്തിക്കും അല്ലാഹു തആല കൊടുക്കും. മൂന്നാമതായി അവിടുന്ന് പറയുന്നു, ഔ ഹഫറ ബിഇറ. ഒരാളൊരു കിണർ കുഴിച്ചു കൊടുത്തു. വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു നാട്ടിൽ, ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഇയാൾ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ അയാളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒക്കെ ഒരു കിണർ കുഴിച്ചു കൊടുത്തു. ആ കിണറിൽ നിന്ന് ആരെല്ലാം വെള്ളം കുടിക്കുന്നുവോ, അത് പക്ഷികളാവട്ടെ മനുഷ്യരാവട്ടെ മനുഷ്യേതര ജീവികളാവട്ടെ, അത് വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ആരൊക്കെ ഉപയോഗിക്കുന്നുവോ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അത് കിണർ കുഴിച്ചു കൊടുത്ത വ്യക്തിക്ക്, അതിനുവേണ്ടി സഹായിച്ച വ്യക്തിക്ക് അല്ലാഹു തആല കൊടുക്കും. അതേ ഔ ഖറസ നഖല. നാലാമതായി മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഒരു മരം ഒരാൾ നട്ടുപിടിപ്പിച്ചു. ആ മരം അവിടെ വളർന്നു വലുത് പന്തലിച്ചു. അതിൽ നിന്നും അത് യാത്രക്കാർ അതിന് വിശ്രമിക്കാൻ വേണ്ടി, തണൽ കൊള്ളാൻ വേണ്ടി ആ മരച്ചുവട്ടിലിരിക്കുന്നു. അതിലുണ്ടാകുന്ന കായ്ക്കനികൾ ഭക്ഷിക്കുന്നു. മനുഷ്യനും മനുഷ്യേതര ജീവികൾ, പക്ഷികളാവട്ടെ പറവകളാവട്ടെ മറ്റു പുഴുക്കളാവട്ടെ, അതാണെങ്കിലും ആരൊക്കെ അതിൽ നിന്ന് ഭക്ഷിക്കുന്നുവോ, അതിൻ്റെ ഇലകൾ ഭക്ഷിക്കുന്ന പുഴുക്കളുണ്ടാവാം, അതിലുണ്ടാകുന്ന കായ്ക്കനികൾ ഭക്ഷിക്കുന്ന പറവകളും മറ്റുമുണ്ടാവാം, മനുഷ്യരുണ്ടാവാം. അങ്ങനെ ആരൊക്കെ അത് ഉപയോഗിക്കുന്നുവോ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം അത് നട്ട് വളർത്തി വലുതാക്കിയ മനുഷ്യനും അല്ലാഹു തആല ഖബറിൽ നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു. ഔ ബനാ മസ്ജിദ. അതേ അഞ്ചാമതായി പറഞ്ഞു, ഒരാൾ പള്ളിയുണ്ടാക്കി. ആ പള്ളിയിൽ ആരൊക്കെ നിസ്കരിക്കാൻ വേണ്ടി വരുന്നുവോ ആ നിസ്കാരക്കാരുടെയൊക്കെ പ്രതിഫലം പോലത്തൊരു പ്രതിഫലം അത് നിർമ്മിക്കാൻ കാരണക്കാരനായ, നിർമ്മിച്ചു കൊടുത്ത വ്യക്തിക്ക് അല്ലാഹു തആല കൊടുക്കും. ഔ വറസ മുസ്ഹഫ. അതുപോലെ തന്നെ ഒരു മുസ്ഹഫിന് അനന്തരമായി കൈമാറി കൊടുത്തു. ആ മുസ്ഹഫിൽ നോക്കി ആരൊക്കെ പാരായണം ചെയ്യുന്നുവോ അതിൻ്റെയൊക്കെ പ്രതിഫലം അല്ലാഹു തആല അവർക്ക് നൽകുന്നത് പോലെ അത് നൽകിയ വ്യക്തിക്കും അല്ലാഹു നൽകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമതായി അവിടുന്ന് പറഞ്ഞു, ഔ തറക വലദൻ യസ്തഗ്ഫിർ ലഹു ബഅദ മൗതിഹി. ഇയാളുടെ മരണശേഷം അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയൊരു മോനെ അയാൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടോ എങ്കിൽ ഖബറാകുന്ന ഇരട്ടറിൽ അദ്ദേഹത്തിന് ആ മകൻ്റെ അല്ലെങ്കിൽ ആ മകളുടെ പ്രാർത്ഥന ഉപകരിക്കുമെന്ന് മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ 7 കാര്യവും ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മരണശേഷമുള്ള ജീവിതത്തിന് വേണ്ടി, ഖബറിലെ രക്ഷയ്ക്ക് വേണ്ടി, ഖബറിലെ കൂട്ടുകാരായി നാം ഉണ്ടാക്കി വെച്ചാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.